Hi friends, I am Rani. Welcome to my channel Salt and Pepper. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രയോജനപ്പെടുന്ന ഒരു സബ്ജക്റ്റുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും ഫൗണ്ടേഷൻസ് ഇടാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ടോണിന് ചേർന്ന ഒരു പെർഫെക്റ്റ് ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ എൻ്റെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ ഒരു ഫൗണ്ടേഷൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കടയിൽ പോയി വാങ്ങാൻ തന്നെയായിരിക്കും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ വീട്ടിലിരുന്ന് ഓൺലൈനിൽ ഇപ്പോൾ എല്ലാവരും ഷോപ്പ് ചെയ്യാറുണ്ട്. ഓൺലൈനിൽ വാങ്ങുന്ന ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഷെയ്ഡ് ആയിരിക്കില്ല നിങ്ങളുടെ കയ്യിൽ അത് കിട്ടുമ്പോൾ. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ സ്കിൻ ടോണിലും വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡാർക്ക് കളർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഫെയ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ തന്നെ ആയിരിക്കാം. അതുകൊണ്ട് എല്ലാം കൊണ്ടും നല്ലത് നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് ഒന്ന് സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫൗണ്ടേഷൻ വാങ്ങാൻ പോകുന്നതിന് മുന്നായിട്ട് നിങ്ങളുടെ സ്കിൻ ടോണിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമുക്ക് ഓയിലി സ്കിന്നുണ്ട്, ഡ്രൈ സ്കിന്നുണ്ട്, അതുപോലെ തന്നെ നോർമൽ സ്കിന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ഏതാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് മേക്ക് ഷുവർ ചെയ്യുക. അപ്പോൾ ഏത് കമ്പനിയുടെ ഫൗണ്ടേഷനാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങളൊന്ന് കരുതുക. നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് ഒരു നല്ല ഫൗണ്ടേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ നമുക്ക് 4 തരത്തിലുള്ള ഫൗണ്ടേഷൻ വാങ്ങിക്കാൻ കിട്ടും. ഒന്ന് നമുക്ക് സ്റ്റിക്ക് ഫോമിൽ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ക്രീമായിട്ടുള്ള ഫൗണ്ടേഷൻസ് കിട്ടും, ലിക്വിഡായിട്ട് കിട്ടും, പൗഡർ ഫോമിലും കിട്ടും. ഞാനിതിലും 4ലും കൂടെ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ ലിക്വിഡ് ഫൗണ്ടേഷൻ തന്നെയായിരിക്കും. ലിക്വിഡ് ആകുമ്പോഴേക്ക് നമുക്ക് ഏത് സ്കിന്നിനുള്ളവർക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ പൗഡറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഡ്രൈ സ്കിന്നുള്ളവർ ഇത് ഉപയോഗിക്കാതിരിക്കുക. ഇപ്പോൾ നമ്മൾ തന്നെയാണ് കടയിൽ പോയിട്ട് ഫൗണ്ടേഷൻ വാങ്ങുന്നതെങ്കിൽ സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്ത് നോക്കും അല്ലേ? നമ്മൾ കയ്യെ നോക്കിയിട്ടായിരിക്കും കളർ നോക്കുന്നത്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നമ്മൾ ഏറ്റവും റോങ് ആയിട്ടുന്നൊരു കാര്യമാണത്. എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസും നെക്കിലൂടെ മാച്ച് ചെയ്യുന്ന രീതിയിലൊരു ഫൗണ്ടേഷൻ ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഫൗണ്ടേഷൻ അവർ ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കി, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇട്ട് നോക്കി കഴിയുമ്പോൾ ഓർക്കും, ഓ ഇത് എനിക്ക് കറക്റ്റ് മാച്ചാന്നുള്ള രീതി അപ്പോൾ തന്നെ പൈസയും കൊടുത്ത് വാങ്ങിച്ച് പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകരുത്. കാരണം അതായിരിക്കും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അടുത്ത ഫോൾട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ആ കടയിലൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങി നടക്കുക. ഒരു 10 മിനിറ്റ് അവിടെ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ നോക്കി നടക്കുക, അല്ലെങ്കിൽ ഒന്ന് പുറത്തിറങ്ങിയിട്ട് കയറി വരിക. എന്നിട്ടും മാത്രമേ നിങ്ങൾ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുള്ളൂ. കാരണം ഫൗണ്ടേഷൻ ഓക്സിഡൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ്റെ കളർ ചേഞ്ച് ആവും. നമ്മളിപ്പോൾ ഇട്ട് നോക്കുമ്പോൾ കാണുന്ന ആ പെർഫെക്റ്റ് കളർ ആയിരിക്കത്തില്ല. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കാണുന്ന കളർ ചിലപ്പോൾ ഒരു കോപ്പർ കളറിലേക്ക് പോകാം, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗണിലേക്ക് പോകാം, അല്ലെങ്കിൽ നല്ലൊരു ഡാർക്ക് ഒരു ആഷ് കളർ, അങ്ങനെയൊക്കെ പല ഫോമിലേക്ക് ഈ കളർ മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന നല്ല കളറാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഫൗണ്ടേഷൻ ആയിരിക്കത്തില്ല നമ്മൾ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ കിട്ടുന്ന എഫക്റ്റ്. അപ്പോൾ നിങ്ങൾ തന്നെ പറയാറില്ലേ, ഞാൻ കടയിൽ വാങ്ങിച്ച് ട്രൈ ചെയ്തപ്പോൾ നല്ല കളറായിരുന്നു, ഇതിപ്പോൾ വന്നപ്പോഴേക്കും ഒരുമാതിരി ഡാർക്ക് എനിക്ക് ചേരുന്നില്ലല്ലോ എന്ന്. ഇതാണ് അതിൻ്റെ പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇച്ചിരി സമയം വേണം ഫൗണ്ടേഷൻ വാങ്ങാൻ പോവാൻ. ഒരു 10 മിനിറ്റ് അല്ലെ ഒരു 10-15 മിനിറ്റ് ഇത് മുഖത്തിട്ട് അതിലേക്ക് നടന്ന് വന്നതിന് ശേഷം നിങ്ങൾ ഡയറക്റ്റ് ലൈറ്റിൽ പോയി, എന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ ലൈറ്റിൽ കടയുടെ പുറത്ത് വന്നതിന് ശേഷം വേണം ഈ കളർ എനിക്ക് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കാൻ. കാരണം കടയിലെ കളറും കടയിലിട്ടേക്കുന്ന ആ ലൈറ്റിങ്ങും നാച്ചുറൽ കളറും രണ്ടായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഇട്ടതിന് ശേഷം പുറത്ത് വന്ന് നോക്കുക, ഒരു കണ്ണാടി വെച്ച് നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫോട്ടോ എടുത്ത് നോക്കുക. ഈ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതെൻ്റെ മുഖത്തിന് ചേരുന്നതാണെന്ന്. ഇത് ചേരാത്തതാണെങ്കിൽ ഒരുമാതിരി കുമ്മായം പുരട്ടി പിടിക്കുക, ഒരു വലിയൊരു ബ്രൈറ്റ് ലൈറ്റായിട്ട് മുഖം വളരെ വിളറിയിരിക്കുന്ന പോലെ നിങ്ങൾ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും സൂട്ടാകത്തായിട്ട് നിങ്ങൾക്ക് തന്നെ ആ ഫോട്ടോയിൽ കാണാൻ പറ്റും. അതും വേറൊരു ഓപ്ഷനാണ്. ഫൗണ്ടേഷൻ ഇടുന്നതിന് മുന്നായിട്ട് തീർച്ചയായിട്ടും മുഖം നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യണം. നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പ്രൈമർ ഇടുക. ഇപ്പം നിങ്ങൾ ഫൗണ്ടേഷൻ ട്രൈ ചെയ്യാൻ പോവുകയാണെങ്കിലും നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം വേണം അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ. ആ കടക്കാരോട് ചോദിച്ചാൽ പോലും അവർ നിങ്ങൾക്ക് ഒരു ബ്രഷ് തരും. ആ ബ്രഷിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ഹാൻഡിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്ത് നിങ്ങൾ നോക്കുക. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യം മറക്കരുത്. ഒരു 10 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നാച്ചുറൽ ലൈറ്റിൽ പോയി നോക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ മോയ്സ്ചറൈസർ ഇടുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ എപ്പോഴും മോയ്സ്ചറൈസിങ് ക്രീം മുഖത്തിട്ടതിന് ശേഷം മാത്രമേ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാവുള്ളൂ. ഡയറക്റ്റ് മുഖത്തോട്ടെടുത്ത് എന്നാ പറയുന്നത് ഫൗണ്ടേഷൻ ക്രീം ഇടരുത്. ഇനിയിപ്പോൾ ലിക്വിഡ് ഫൗണ്ടേഷൻ ആണെങ്കിൽ നിങ്ങൾ ഓർക്കും ഇത് ഓൾറെഡി ഓയിലി പോലെ ഉണ്ടല്ലോ എന്ന് അങ്ങ് അപ്ലൈ ചെയ്യാൻ. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, നിങ്ങളുടെ സ്കിന്നിനെ ഇത് ഡാമേജ് ചെയ്യും. അതുകൊണ്ട് മോയ്സ്ചറൈസിങ് ക്രീം തീർച്ചയായിട്ടും ഉപയോഗിച്ചതിന് ശേഷം മാത്രം ഫൗണ്ടേഷൻ ഉപയോഗിക്കുക.
പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് തരത്തിലുള്ളൊരു ഫൗണ്ടേഷൻസ് കിട്ടും. കാരണം ഇത് ഗ്ലോ ഫിനിഷിലും കിട്ടും, നമുക്ക് മാറ്റ് ഫിനിഷിലും കിട്ടും. മാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നാച്ചുറൽ ലുക്ക് തോന്നുന്നതാണ് മാറ്റ് ഫിനിഷ് എന്ന് പറയുന്നത്. ഗ്ലോ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ നമ്മൾ എന്താ പറയുന്ന ഒരു പാർട്ടിക്കൊക്കെ പോകാൻ അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ്സ് ഒരു ഫംഗ്ഷനുകൾക്കൊക്കെയാണ് സാധാരണ ഗ്ലോ ഫിനിഷ് നമ്മൾ ഉപയോഗിക്കുന്നത്. മാറ്റാകുമ്പോൾ നമുക്ക് നോർമലി എപ്പം വെള്ളം ഇട്ടുകൊണ്ട് നടക്കാം, ഓഫീസിൽ പോകാനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലെ നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി എപ്പോഴും മാറ്റ് ഫിനിഷ് ആയിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ അത് നിങ്ങൾ ചോദിക്കുക, കടയിൽ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഏതാണ് മാറ്റ് ഫിനിഷ് എന്നും ഏതാണ് ഗ്ലോ ഫിനിഷ് കിട്ടുന്നതെന്നും. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യുന്നതെന്ന് ഞാനൊരു ഐഡിയ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ഇപ്പോൾ 4 ടൈപ്പിലെ ഫൗണ്ടേഷൻ ക്രീമാണ് ഇരിക്കുന്നത്. അത് ഒരേ കമ്പനിയുടേത്. ഇത് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് ബെനഫിറ്റിൻ്റെ തന്നെ 3 ഷെയ്ഡുകളാണ് എൻ്റെ ഇരിക്കുന്നത്. അതിപ്പം ഏതൊക്കെ ഷെയ്ഡാണ് ഏത് ഷെയ്ഡാണ് എനിക്ക് കൂടുതൽ മാച്ച് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരു ഐഡിയ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ, ഏത് കമ്പനിയുടേത് വേണേലും. ഓക്കെ, ഇപ്പം ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ആംബർ എന്ന് പറയുന്ന ഒരു കളറാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് ഞാൻ അപ്ലൈ ചെയ്യുമ്പം എങ്ങനെയാണ് എൻ്റെ സ്കിന്നിന് വരുന്നത് നിങ്ങൾ കണ്ടോണം. നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തോ കേട്ടോ. കണ്ടോ, ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഷാംപെയിൻ എന്ന് പറയുന്ന ഒരു കളറാണ്. വളരെ പെയിലായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം ഈ 2 കളറും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓൾവേസ് ഫേസും നെക്കൂടെ കവർ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ കളർ ചൂസ് ചെയ്യാൻ. അടുത്ത ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് ബേജ് കളർ. ബേജ് കണ്ടോ, ഇപ്പം 4 കളറും എൻ്റെ മുഖത്ത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിലേത് കളറാണ് ചൂസ് ചെയ്യാൻ എത്ര എളുപ്പമാണെന്ന് നോക്കിക്കേ. നിങ്ങൾ കണ്ടോ, ഇത് ഫേസ് നെക്കിലേക്ക് അപ്ലൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഈ 2 ഭാഗത്തൂടെ മാച്ച് ആവുന്ന കളർ വേണം നിങ്ങൾ ചൂസ് ചെയ്തെടുക്കാൻ. കണ്ടോ എങ്ങനെ കളർ ചൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടി ഏത് തരത്തിലുള്ള ബ്രഷാണ് ഉപയോഗിക്കുന്നതാണ് ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടി നിങ്ങൾ കടയിൽ കാണും പല തരത്തിലുള്ള ബ്രഷസ്. നിങ്ങൾക്കൊരു ഡൗട്ട് ഇതിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത്, ഏതാണ് നല്ല കവറേജ് കിട്ടുന്നത്, ഏതായിരിക്കും എനിക്ക് ഇട്ടാൽ ബെസ്റ്റായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഈസി ആയിട്ട് ഇടാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു 4-5 ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ ബ്രഷസ് തന്നെ നമുക്ക് കിട്ടും. അപ്പം ആ ബ്രഷസിനെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. അതുപോലെ തന്നെ അതിലേതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ബ്രഷ് എന്ന് വെച്ചാൽ നമുക്ക് ഹെവി മേക്കപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എന്താ പറയുന്നത്, വെഡ്ഡിങ്സിനോ അല്ലെ വലിയ ഫംഗ്ഷനുകൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാനും ഒരു ഫുൾ കവറേജ് കിട്ടുന്ന ഒരു ഹെവി മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷാണിത്. കണ്ടോ, ഈസിയാണ് ഇത് അപ്ലൈ ചെയ്യാൻ. ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്. നല്ലൊരു ബ്രഷാണ് കേട്ടോ, ഫുൾ കവറേജ് കിട്ടും. അടുത്ത ബ്രഷ്, ഇതിൻ്റെ പേരാണ് കബൂക്കി ബ്രഷ്. കണ്ടിട്ടുണ്ടോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇതൊരു ആംഗിൾഡ് ആയിട്ടുള്ള ബ്രഷാണ്. നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ കരുതുന്നു. ഒരു ആംഗിളായിട്ടുള്ള ബ്രഷാണ് ഇത്. തന്നെ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ളത് നമുക്ക് കിട്ടും. 2 തരത്തിലുള്ള കബൂക്കി ബ്രഷസ് കിട്ടും. ഇത് ആംഗിൾ, എനിക്ക് കൂടുതലും ഇഷ്ടം ആംഗിൾഡ് ആയിട്ടുള്ള കബൂക്കി ബ്രഷാണ്. കാരണം നമുക്കിപ്പോൾ കണ്ണിൻ്റെ സൈഡോ അല്ലെ നമുക്ക് എത്താത്ത ഭാഗങ്ങളൊക്കെ ഇല്ലേ, കോർണറുകളൊക്കെ ചെയ്യാൻ എളുപ്പം ഈ കബൂക്കി ബ്രഷിൻ്റെ ആംഗിൾ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരു മീഡിയം ടു ഒരു ഫുൾ കവറേജ് തന്നെ കിട്ടുന്ന ഒരു നല്ല ബ്രഷാണിത്. ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നൊരു നല്ല ബ്രഷ് തന്നെയാണിത്. ഓക്കെ, അടുത്ത ബ്രഷ് ഫ്ലാറ്റ് ബ്രഷ്. കണ്ടോ, ഇത് വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു ബ്രഷാണ്. ഇത് നിങ്ങൾക്ക് മീഡിയം ടു ഫുൾ കവറേജ് കിട്ടും. നിങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ ഇത് വളരെ നല്ലൊരു ബ്രഷാണ്. നോക്ക്, ഫ്ലാറ്റ് ബ്രഷ്. അടുത്തൊരു ബ്രഷാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൻ്റെ പേരാണ് സ്റ്റിപ്ലിംഗ് ബ്രഷ്. അത് ഞാൻ അധികം ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് തന്നെ ആ സാധനം എൻ്റെ ഇപ്പോൾ കാണുന്നില്ല. അത് മിസ്സിംഗ് ആണ്. അത് മീഡിയം ടു നമുക്കൊരു ഫുൾ കവറേജ് കിട്ടും. എനിക്ക് അത്ര ഒരു ഇഷ്ടമുള്ള ബ്രഷല്ല. എനിവേ സ്റ്റിപ്ലിംഗ് ബ്രഷ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ റൗണ്ട് ഒരു സർക്കുലർ മോഷനിൽ ഉപയോഗിക്കണം, എന്നാൽ മാത്രമേ അതിന് നല്ലൊരു കവറേജ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് ബ്യൂട്ടി ബ്ലെൻഡേഴ്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ ബ്യൂട്ടി ബ്ലെൻഡേഴ്സ്. കണ്ടോ, സ്പഞ്ചസ്. ഇത് നമുക്ക് പല ഷേപ്പിലും പല സൈസിലും നമുക്ക് കിട്ടും. ഇതൊരു തരം ബ്യൂട്ടി ബ്ലെൻഡേഴ്സ്. നിങ്ങൾ കണ്ടോ, ഇത് നമുക്ക് ഈ കോർണേഴ്സൊക്കെ ചെയ്യാനൊക്കെ നല്ല ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇത് വേറൊരു ഷേപ്പാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ, ഇനി വേറെ ഷേപ്പിലുണ്ട്. ഇവിടെ റൗണ്ടായിട്ട് വന്നിട്ട് കണ്ടോ, ഇനിയുണ്ട്. ഇത് നമുക്ക് പല ഷേപ്പുകളിൽ കിട്ടും. ഇതെന്ന് വെച്ചാൽ ഉപയോഗിക്കുമ്പോൾ ഒന്ന് വെറ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ നല്ലൊരു ഫിനിഷിങ്ങും നല്ലൊരു ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ കേട്ടോ. ഇതൊരു ഫുൾ കവറേജ് കിട്ടുന്ന നല്ല ഫിനിഷിങ് കിട്ടും ഈ ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഓരോ ആപ്ലിക്കേഷന് ശേഷം നിങ്ങൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് ഈ സാധനം ഇത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും. എൻ്റെ ഇതേ തന്നെ നിങ്ങൾക്ക് കാണാം. ഇപ്പം ഓരോ ആപ്ലിക്കേഷന് ശേഷവും ഇത്
നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കുക. ഇത് മാത്രമല്ല ഓരോ ബ്രഷസും, ഇപ്പോൾ ഒരു ബ്രഷ് തന്നെ നമ്മൾ എല്ലാ കാര്യത്തിനും ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഫൗണ്ടേഷൻ ഉപയോഗിച്ചത് കൊണ്ട് ബ്ലഷ് ഉപയോഗിച്ച് എങ്ങനെ ഇരിക്കും? ഇതെല്ലാം മിക്സപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഫിനിഷിങ് ഒരിക്കലും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഈച്ച് ടൈം നിങ്ങൾ വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു എക്സ്ട്രാ 1-2 ബ്രഷ് കൂടെ കൂട്ടത്തിൽ വാങ്ങിച്ചു വയ്ക്കുക. നമുക്ക് ഒരുപാട് ബ്രഷസ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഒരുപാട് ബ്രഷസ്. ഈ ബ്രഷസ് എന്തിനാണെന്ന് നിങ്ങൾക്കൊരു ഡൗട്ടില്ല, ഇത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്, ഇത്രത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോയെന്ന്. പക്ഷേ ഈ ബ്രഷസ് ഓരോന്നിനും അതിൻ്റേതായ യൂസ് ഉണ്ട്. അതെന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നും അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും ഏത് ബ്രഷാണ് നല്ലതെന്നും ഒക്കെ ഞാൻ ഇനി അടുത്ത് വരുന്നൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇത് നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെ ഫാമിലീസിൽ ആരെങ്കിലും ഒക്കെ ഉണ്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോടും ഇങ്ങനൊരു ചാനൽ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു നല്ലൊരു വീഡിയോയുമായിട്ട്, നല്ല പ്രയോജനപ്പെടുന്ന നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അതുവരേക്കും താങ്ക് യു ആൻഡ് ബൈ.